ചില ആളുകളുണ്ട്, അവർ കൊച്ചു കുട്ടികളെടുത്ത് സംസാരിക്കുന്ന സമയത്ത് വളരെ ദേഷ്യത്തോടെയും വളരെ വെറുപ്പോടും സംസാരിക്കുന്നവർ. കാരണം അവരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഇത് കൊച്ചു കുട്ടികളല്ലേ, അവരങ്ങ് പെട്ടെന്ന് മറന്നു പോകും. ഈ കൊച്ചു കുട്ടികളെടുത്ത് ഒരുപക്ഷെ അവർ അടുത്ത വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കാരുടെ വീട്ടിലോ അവരെ കൊണ്ട് നിർത്തുന്ന സമയത്ത് ആരെങ്കിലും ചോദിക്കുക ഇതാരാണെന്ന് ചോദിക്കുന്ന സമയത്ത് അറിയത്തില്ലേ, ഇന്നയാളെ അറിയത്തില്ലേ, അത് ഇവൻ്റെ അപ്പനാ. പിന്നെ അവൻ്റെ അപ്പനെക്കുറിച്ച് കളിയാക്കി സംസാരിക്കുന്ന ചില ആളുകളുണ്ട് അങ്ങനെയൊക്കെ. അപ്പം ഇങ്ങനെ സംസാരിക്കുമ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരങ്ങ് പെട്ടെന്ന് മറന്നു പോകുമെന്നാണ് ഇവരുടെ ഒരു വിശ്വാസം. അത് ശരിയുമാണ്. കൊച്ചുകുട്ടികളുടെ അടുത്ത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ, ഒരു 3 വയസ്സ് 4 വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടായാൽ അവരടുത്ത സെക്കൻഡിൽ അവരങ്ങനെ മറന്നു പോകും. പക്ഷെ അവർ വളർന്ന് വലുതായി ഒരു 19-20 വയസ്സൊക്കെ ആകുന്ന സമയത്ത് എങ്ങനെയാണ് ഇടപെടേണ്ടത് മറ്റുള്ളവരോട്, എങ്ങനെയാണ് മറ്റുള്ളവരുടെ രീതികൾ ഒക്കെ മനസ്സിലാക്കുന്ന ഒരു പ്രായത്തിൽ അന്നേരം അവർ ഓർക്കും അവരുടെ ചെറിയ പ്രായത്തിൽ അവർക്കുണ്ടായ കൈപ്പേറിയ അനുഭവം, ആ ഒരു ചെറിയ മനസ്സിൽ, ആ കുഞ്ഞു മനസ്സിനുണ്ടായ മുറിവുകൾ ആ സമയത്ത് അവർ ഓർത്തെടുക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വീട്ടിൽ 2 സഹോദരിമാരെ കല്യാണം കഴിപ്പിച്ച് വിട്ടു. ഈ ഇളയ സഹോദരി എവിടെയെങ്കിലും പോകുന്ന സമയത്ത് മൂത്ത സഹോദരിയുടെ വീട്ടിൽ പിള്ളേരെ വിടാറുണ്ട്. പിള്ളേരെ അവിടെ വിടുന്ന സമയത്ത് ഇവരവിടെ ഓടിക്കളിക്കും. ചിലപ്പം വൈകുന്നേരം വന്നായിരിക്കും കൂട്ടിക്കൊണ്ട് പോകുന്നത്. അന്നത്തെ ആ ഒരു സമയത്ത് ഇളയ സഹോദരിയുടെ വീട്ടിലെ ചില ചുറ്റുപാടുകളൊക്കെ വളരെ ബുദ്ധിമുട്ടി പോകുന്ന സമയമാണ്. അപ്പോൾ ഈ ഇളയ പുള്ളിക്കാരത്തി ഓർത്തു അവിടെ ചെന്ന് നിൽക്കുമ്പം എന്തെങ്കിലും ആഹാരമായിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് നല്ലതാണെന്ന് കരുതിയും കൂടെയാണ് അവിടെ കൊണ്ട് വിടുന്നത്. ചില സമയത്ത് ഇവർ ഇങ്ങനെ സാറ്റ് കളിക്കുന്ന സമയത്ത് ഈ 2 പിള്ളേരെ കുറേ നേരത്തേന് കാണാതെയാവും. ഒളിച്ചിരിക്കുന്നതായിരിക്കുമെന്ന് കരുതി പല സ്ഥലങ്ങളിൽ പോയി, സാധ്യതയുള്ള പല സ്ഥലങ്ങളിൽ പോയി നോക്കുന്ന സമയത്ത് അവിടെ ഒന്നും കാണത്തില്ല. അങ്ങനെ നോക്കുന്ന സമയത്താണ് ഇവരുടെ അമ്മ ഇവർക്ക് രഹസ്യമായിട്ട് ബെഡ്റൂമിൽ എന്തെങ്കിലും മുട്ട പുഴുങ്ങിയതോ പഴം പുഴുങ്ങിയതോ അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കാൻ കൊടുക്കുന്നത്. അന്നേരം അങ്ങനെ ഈ കഴിക്കുന്ന സമയത്ത് ഈ അനിയത്തിയുടെ മക്കൾ അവിടെ ചെല്ലുമ്പം ഇവരെ അങ്ങ് ഓടിച്ചു വിടുക ചെയ്യുന്നത്. എന്തെങ്കിലും പറഞ്ഞങ്ങോട്ട് അയക്കുകയല്ല, ഓടിച്ചു വിടും. അപ്പോൾ ഇവരുടെ മനസ്സിലുമുണ്ട് ഇതുപോലെ ആഹാരങ്ങളൊക്കെ കഴിക്കണമെന്ന്. പക്ഷെ അടുത്ത പ്രാവശ്യവും അവിടെ കൊണ്ടുവിടുന്ന സമയത്ത് കൊച്ചു പിള്ളേരല്ലേ, നേരത്തെ പറഞ്ഞതുപോലെ അവരങ്ങ് മറന്നുപോകും. അവർ പിന്നെയും വരും. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞു. അവിടുത്തെ അതായത് ഇളയ സഹോദരിയുടെ മകളുടെ കല്യാണ സമയം, അമ്മയുടെ ചേച്ചി, ഇവർ അമ്മാമ്മയെന്ന് വിളിക്കും. ഇവരുടെ അമ്മാമ്മ ചെയ്ത കാര്യങ്ങൾ, അവരോട് ഇടപെട്ട കാര്യങ്ങൾ ആ ഒരു പ്രായമായപ്പോഴേക്ക് അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മയായിട്ട് കടന്നു വന്നു. അപ്പോൾ ഈ പ്രായമായ കല്യാണ സമയത്ത് പകൽ കല്യാണമായിരുന്നു, രാത്രി ഒരു പാർട്ടി പോലെയൊക്കെ. അപ്പോൾ കല്യാണത്തിന് വന്ന ആളുകളൊക്കെ കല്യാണം കഴിഞ്ഞ് പോയി. രാത്രിയാണ് വീട്ടുകാരെല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടുന്ന ഒരു സമയം. അങ്ങനെ ഒത്തുകൂടിയ സമയത്ത് ഈ പെൺകുട്ടി ആ ഒരു സമയത്താണ് ഇവളുടെ ചെറിയ പ്രായത്തിൽ ഇവൾക്കുണ്ടായ വേദനയുടെ ഒരു പ്രതികാരം പോലെ അവരെ വിളിച്ചെങ്കിലും അവരെ മൈൻഡ് ചെയ്യുകയോ അവരെ ഭർത്താവിൻ്റെ വീട്ടുകാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. ഇവർ വന്ന അമ്മയും മോളും കൂടെയാണ് വന്നത്. അമ്മയും മോളും ഇളയ ഒരു മോനും കൂടെയാണ് വന്നത്. അവരിങ്ങനെ ഒരു മൂലക്കിരിക്കുക. ആഹാര സമയത്ത് അവരവിടുന്ന് ആഹാരം കഴിച്ചു, അവരങ്ങ് പോയി. പക്ഷേ ഈ പെൺകുട്ടി എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് പിന്നീട് ഒരു ദിവസം പറഞ്ഞു. അന്ന് ഞങ്ങളുടെ ചെറിയ പ്രായത്തിൽ ഞങ്ങളോട് ആ രീതിയിൽ പെരുമാറിയത് കൊണ്ടാണ് എനിക്ക് അവരെ ആ ഒരു സമയത്ത് അങ്ങനെ ചെയ്യണമെന്ന് തോന്നി. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ഒത്തിരി ഉപകാരങ്ങൾ ഇവരിലൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ആ പെൺകുട്ടി ആ രീതിയിൽ പ്രതികരിച്ചു. ഞാൻ ആ പെൺകുട്ടി പ്രതികരിച്ചത് ശരിയാണെന്നല്ല പറയുന്നത്, അത് തെറ്റാണ്. എങ്കിലും ഞാൻ പറഞ്ഞത് മുതിർന്നവർ മനസ്സിലാക്കേണ്ട കാര്യം, കൊച്ചു കുട്ടികൾക്കും അവരുടേതായ രീതിയിൽ അവർക്ക് മാന്യത കൊടുക്കേണ്ട സംസാര രീതികളും പ്രവൃത്തികളും ഒക്കെ ഉണ്ട്. നമ്മൾ ഓർക്കേണ്ട കാര്യം സ്നേഹം, ബഹുമാനം, അംഗീകാരം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ കൊടുക്കുമ്പോഴാണ് നമുക്കത് തിരിച്ചു കിട്ടുന്നത്. ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് അവരെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ അവരെ ഒന്ന് സ്നേഹിച്ചു, അവരെ ഒന്ന് കരുതി എന്നവർക്ക് തോന്നുന്ന കാര്യങ്ങൾ
അവർ മുതിർന്നതിന് ശേഷം നമ്മളോടത് സ്നേഹമായിട്ടും ബഹുമാനമായിട്ടും നമ്മളോടത് തിരിച്ചു പെരുമാറാറുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് ഇടപെടുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളാണെന്ന് കരുതി നിസ്സാരമായി കാണരുത്. ഇന്നത്തെ കുഞ്ഞുങ്ങളാണ് നാളത്തെ വലിയ വലിയ ആളുകളായി മാറുന്നത്.